ഗവർണർ കുറേ നാളുകളായി SFIക്കെതിരെ ഉന്നയിക്കുന്ന ഒരു ആരോപണം ഈ വലിയ അജണ്ട മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു പ്രശ്നത്തെയും രാഷ്ട്രീയവൽക്കരിക്കുന്നത്. അത് ഗവർണറുടെയും സംഘപരിവാറുടെയും അജണ്ടകൾക്ക് കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU ഇവരെല്ലാം ചൂട്ടുപിടിക്കുകയാണ്. മാധ്യമങ്ങളും അത്തരത്തിൽ നിലപാടെടുക്കുകയാണ്. യഥാർത്ഥ പ്രശ്നം എന്തെന്ന് ഇതിന്റെ രാഷ്ട്രീയം വളരെ കൃത്യമായി പുറത്തു വരേണ്ടതല്ലേ? RSSകാരനായ ആരിഫ് മുഹമ്മദ് ഖാനെ സംബന്ധിച്ച് അദ്ദേഹം കഴിഞ്ഞ കുറേയധികം നാളുകളായി ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സംഘപരിവാർ ബുദ്ധിക്കകത്ത് നിന്ന് ഇതിനപ്പുറം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇനി വസന്ത് മനസ്സിലാക്കേണ്ടുന്നത് ഇന്നലെ വരെ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഇട്ടുകൊടുക്കുന്ന റൊട്ടിക്കഷ്ണം ഓരോന്നും എടുത്ത് ഭക്ഷിച്ച് നടന്ന ആളുകളാണ് കേരളത്തിലെ കോൺഗ്രസ്. ആ കോൺഗ്രസ് ഇന്നും ആരിഫ് മുഹമ്മദ് ഖാൻ ഇട്ടുകൊടുക്കുന്ന റൊട്ടിക്കഷ്ണങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇനി ഇദ്ദേഹം ധീരജ് വധക്കേസുമായി ബന്ധപ്പെട്ട് നിഖിൽ പൈലിയെ വല്ലാതെ വെള്ളപൂശാൻ വേണ്ടി ശ്രമിച്ചു. സാർ, FIR-നകത്ത് നിഖിൽ പൈലി 1-ാം പ്രതിയാണ്. അത് കഴിഞ്ഞ് പോലീസ് അന്വേഷണം കഴിഞ്ഞ് വെച്ചിട്ടുള്ള കുറ്റപത്രത്തിനകത്ത് നിഖിൽ പൈലിയാണ് ധീരജിനെ കൊലപ്പെടുത്തിയത്. ജിതിൻ ലോക്കോസ് ഉൾപ്പെടെ, ടോണി തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിനകത്തെ പ്രതികളാണ്, ധീരജിനെ കൊലപ്പെടുത്തിയ ആളുകളാണ്. അങ്ങനെ കൊലപ്പെടുത്തിയതിന്റെ പേരിൽ പോലീസ് കണ്ടെത്തിയ ആളുകളെ, തുറങ്കിലടച്ച ആളുകളെ, ഇന്ന് വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ നിങ്ങൾ മാറ്റി നിർത്താൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്നാ പറഞ്ഞത്. നിങ്ങൾ മാറ്റി നിർത്താൻ വേണ്ടി തയ്യാറായിട്ടില്ല. നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ പിടിച്ചു മടിയിലിരുത്തി വേണ്ട നിയമസഹായം നൽകി. കൊന്നയാളുകൾക്ക്, വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ ആളുകൾക്ക് വേണ്ട നിയമസഹായം നൽകി. ഒരാളെ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ആക്കി, സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കി, ഔട്ട്റീച്ച് സെല്ലിന്റെ സംസ്ഥാന കൺവീനർ ആക്കി. ഇതാണ് നിങ്ങളുടെ പാരമ്പര്യം. ഇത് ചെയ്ത ആളുകളാണ് നിങ്ങൾ. ഇനി മുതലക്കണ്ണീർ ഒഴുക്കുമ്പോ കേരളത്തിലെ ക്യാമ്പസുകളുടെ ചരിത്രം നിങ്ങൾക്കറിയാലോ. കൊച്ചനെ അറിയോ നിങ്ങൾക്ക്? ആരാ കൊന്നേ? KSU കൊന്നേ. അഷറഫിനെ അറിയോ നിങ്ങൾക്ക്? ആരാ കൊന്നേ? KSU കൊന്നേ. VK രാജനെ അറിയോ നിങ്ങൾക്ക്? ആരാ കൊന്നേ? KSU കോൺഗ്രസ് കൊന്നേ. CV ജോസിനെ അറിയോ നിങ്ങൾക്ക്? ആരാ കൊന്നേ? നിങ്ങളാ കൊന്നേ. MS പ്രസാദിനെ അറിയോ നിങ്ങൾക്ക്? നിങ്ങൾ KSU കൊന്നേ. അങ്ങനെ കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് ഇതുവരെ 13ഓളം വരുന്ന വിദ്യാർത്ഥികളെ കൊലപ്പെടുത്തിയതിന്റെ പാപഭാരം പേറുന്ന ആളുകളാണ് നിങ്ങള്. ആ പാപഭാരം പേറുന്ന ആളുകള് ഇന്നിവിടെ വന്നിരുന്ന് മുതലക്കണ്ണീരൊടുക്കാൻ വേണ്ടി തയ്യാറാകുക. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഒരു ദാരുണമായ സംഭവത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാകുക. അതിന് നിന്ന് തരാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങളുടെ പൊള്ളത്തരം, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പച്ചക്കള്ളങ്ങളിൽ ഒന്നെങ്കിലും സ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ? KC വേണുഗോപാൽ പറഞ്ഞില്ലേ, മെമ്പർഷിപ്പ് എടുക്കാത്തതിന്റെ പുറത്ത് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്ന്. എന്തിന്റെ അടിസ്ഥാനത്തിൽ, എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ? രാഹുൽ മാങ്കൂട്ടം പറഞ്ഞില്ലേ, മാസങ്ങൾക്ക് മുൻപ് അവിടെ ആക്സിഡന്റിൽ മരണപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ പോയി തല്ലിക്കൊന്നതാണ് എന്ന് പറഞ്ഞില്ലേ? എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പൊതുസമൂഹത്തിന്റെ മുൻപിൽ വന്നു നിന്ന് RSSന്റെ നുണ ഫാക്ടറി നടിച്ചു കൊടുക്കുന്ന ക്യാപ്സ്യൂളുമായി വന്നു നിന്ന് പോയിക്ക് മാർക്കിടുന്നതിന് വേണ്ടിയോ ഈ സംഘടനയെ തകർക്കുന്നതിന് വേണ്ടിയോ നിങ്ങൾ ശ്രമം നടത്തിയാൽ അതിന് നിന്ന് തരാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതിനനുവദിക്കുകയുമില്ല. ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്കറിയാം, പൊതുസമൂഹത്തിനറിയാം. 10-35ഓളം വിദ്യാർത്ഥികളെ ഈ കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ കേരളത്തിൽ മാത്രം നഷ്ടപ്പെട്ട വിദ്യാർത്ഥി സംഘടനയുടെ പേര് SFI. നിങ്ങൾ ഈ 10-13 വിദ്യാർത്ഥികളെ ജീവനെടുത്തപ്പോ തിരിച്ച് ആ നിലയ്ക്ക് ഇടപെട്ട ആളുകളല്ല സാർ ഞങ്ങൾ ഈ ആക്രമണം മുഴുവൻ ഏറ്റുവാങ്ങിയ കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് അരാജക പ്രവണതകളുടെ കേന്ദ്രമാക്കിയിട്ട് ക്യാമ്പസുകളെ മാറ്റുന്നതിന് വേണ്ടി KSU ഉൾപ്പെടെ ശ്രമം നടത്തിയപ്പോ റാഗിംഗ് ഉൾപ്പെടെയുള്ള തെറ്റായ പ്രവണതകൾക്കെതിരെ ക്യാമ്പസിൽ നിലപാടെടുത്ത് അതിനെതിരെ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ ഞങ്ങളെ. എന്നിട്ടും ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട 4 ആളുകൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്ന് കണ്ട് മാതൃകാപരമായി അത്തരത്തിലൊരു അനിഷ്ട സംഭവം ആവർത്തിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞ് അവരെ പിടിച്ച് പുറത്താക്കിയ ആളുകളെ ഞങ്ങള്, അവരെ തള്ളിപ്പറഞ്ഞ ആളുകളെ ഞങ്ങള്. നിങ്ങൾ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ തള്ളിപ്പറയാൻ തയ്യാറാക്കിയ അവരെ ഒഴിവാക്കിയ ഞങ്ങളെ നിങ്ങളിത് വട്ടുചാടാൻ വേണ്ടി ശ്രമിക്കുമ്പോ തിരിച്ച് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ ആളെ കൊന്ന ഘട്ടത്തിൽ നിങ്ങൾ സ്വീകരിച്ച നിലപാടെന്താ എന്നാ ചോദിക്കുന്നത്? നിങ്ങൾ അവരെ സ്വീകരിച്ചിരുത്തി. ഇപ്പോ നിങ്ങളുടെ പുതുപ്പള്ളി MLA നിരാകരിക്കാൻ വേണ്ടി പോയല്ലോ. പുതുപ്പള്ളി MLA നിരാകരിക്കാൻ വേണ്ടി പോയല്ലോ. പുതുപ്പള്ളി അദ്ദേഹത്തിന്റെ ക്യാമ്പയിൻ ലീഡ് ചെയ്താരാ? ഈ നിഖിൽ പൈലിയല്ലേ? അദ്ദേഹം
അദ്ദേഹത്തിന്റെ ഈ മിനിഞ്ഞാന്ന് കൊലയാളി നിഖിൽ പൈലിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, ഈ പുതുപ്പള്ളി MLA കെട്ടിപ്പിടിച്ചിട്ട് പിറന്നാൾ ആശംസ വരുന്നത്. അങ്ങനെയുള്ള കൊലയാളികളെയും ക്രിമിനലുകളെയും സംരക്ഷിച്ചു നിർത്തുന്ന അവർക്ക് KPCC ആസ്ഥാനത്തെ സംരക്ഷണം കൊടുക്കുന്ന നിങ്ങൾ രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിന് വേണ്ടി SFI അങ്ങ് വിരട്ടുന്നതിന് വേണ്ടിയും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയും RSSകാരനായ ആരിഫ് മുഹമ്മദ് ഖാനോടൊപ്പം ഇറങ്ങിത്തിരിക്കുന്നതിനെ പ്രതിരോധിച്ചു പോകുന്നതാണ് ജീവിതം. അങ്ങനെ നിങ്ങളുടെ വേട്ടയ്ക്ക് ഈ സംഘടനയെ വിട്ടുതരാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ വേട്ടയ്ക്ക് ഈ സംഘടനയെ വിട്ടുതരാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ല. ചെറിയൊരു ഇടപെടൽ അദ്ദേഹത്തിന് ആരും വെള്ളം കൊടുക്കാതെ ഒന്നും ഇരുന്നിട്ടില്ല. സിദ്ധാർത്ഥന് അങ്ങനെ ആരും വെള്ളം കൊടുക്കാതെ ഇരുന്നിട്ടില്ല. ഇവിടെ PTA പ്രസിഡന്റ് വളരെ കൃത്യമായി പറയുന്നുണ്ട്, അദ്ദേഹത്തെ സിദ്ധാർത്ഥിനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നുണ്ട്, വെള്ളം കുടിക്കാൻ വിളിക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ ഇരുന്നുകൊണ്ട് സിദ്ധാർത്ഥ ഒന്നിനും തയ്യാറായില്ല എന്നാണ് PTA പ്രസിഡന്റ് അടക്കം പറയുന്നത്. അവിടുത്തെ കാര്യങ്ങൾ അറിയാവുന്ന ആളാണ്. മനുഷ്യനാവണം. ഒരു 10 തവണ കൂടെ പാടി പഠിപ്പിക്കുക. പരസ്യ വിചാരണയ്ക്ക് വിദ്യാർത്ഥിയെ കോൺഗ്രസ് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ആ വിദ്യാർത്ഥിയുടെ മരണം ഉപയോഗപ്പെടുത്തി ആ വിദ്യാർത്ഥിയുടെ ഏറ്റവും വലിയ നീതി നിഷേധം ശരി. അവസാനമായി M ജയചന്ദ്രനിലേക്ക്, അവസാനമായി ശ്രീ ആർഷോ, ഞാൻ ഒരു മിനിറ്റ് ഞാൻ തിരികെ എത്താം. വസന്ത ഒരു മിനിറ്റ്. ആൾക്കൂട്ട വിചാരണ അത് പോരാഞ്ഞിട്ട് അവൻ കഷ്ടപ്പെട്ട് തന്റെ അമ്മയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോകുമ്പോ ട്രെയിനിൽ നിന്ന് വിളിച്ചിറക്കി അതിന് നേതൃത്വം കൊടുത്തത് യൂത്ത് കോൺഗ്രസ്സുകാരനാണ് സാർ. അതിന് നേതൃത്വം കൊടുത്തത് യൂത്ത് കോൺഗ്രസ്സുകാരനാണ്. വസന്തേ അതിനൊന്ന് മറുപടി പറയൂ. അമ്മയെ കാണാൻ പോയപ്പോൾ വിളിച്ചിറക്കിയത് ആരാണെന്നൊക്കെ നമുക്കറിയാം.